കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് വിശ്വാസം? ദൈവം നമുക്ക് നൽകിത്തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അതിനായി കാത്തിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും ദൈവമാണ് പറഞ്ഞത്, അത് ദൈവം എനിക്ക് നൽകിത്തരാൻ വിശ്വസ്തനാണ് എന്ന ആ ഉറപ്പോടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുന്ന ആ വിശ്വാസം നമ്മിലൂടെ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്റെ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിച്ച് അബ്രഹാം യാത്ര പുറപ്പെട്ടു. അതാണ് വിശ്വാസം. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകളെ ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില നന്മകൾ, നിങ്ങൾ ആശയോടെ കാത്തിരിക്കുന്ന നന്മകൾ, അത് നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വെളിപ്പെട്ട് വരും. അത് നിങ്ങൾ പ്രാപിക്കും. ദൈവം നിങ്ങളോട് അരുളി ചെയ്തിട്ടുള്ള സകല വാഗ്ദത്തങ്ങൾക്കും നിങ്ങൾ മറുപടി കാണും. നിങ്ങൾ അത് പ്രാപിക്കും. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും? നാം ദൈവവചനം വായിക്കുന്നതിലൂടെ, നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആകയാൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.